നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവം ലഹരിമയം. കഞ്ചാവും MDMA പോലുള്ള മാരകമായ ലഹരി വസ്തുക്കൾ, മദ്യവും സിഗരറ്റും ഇവ നൽകുന്ന ലഹരിയെ പോലെ തന്നെയാണ് ലൈംഗികത നൽകുന്ന ലഹരി. അതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ട പോലെ ഓപ്പറേഷൻ തൂഫാനിൽ നമുക്കും പങ്കുചേരേണ്ടതുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒന്നോ രണ്ടോ റെയ്ഡിലോ പരിശോധനയിലോ ഒതുക്കി നിർത്താൻ ആവില്ല. തുടർച്ചയായുള്ള പരിശോധനയിലൂടെ ഇത്തരം സാമൂഹ്യ വിപത്തിനെ തുടച്ചു നീക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മദ്യമോ മയക്കുമരുന്നോ അനുബന്ധ സാധനങ്ങളും മാത്രമല്ല ലഹരി. ലൈംഗികതയും ലഹരിയായി ആധുനിക തലമുറ കൊണ്ടു നടക്കുന്നു. അതിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കേണ്ടതുണ്ട്. ലൈംഗികതയും ആവശ്യമല്ലേ എന്ന ചോദ്യം എല്ലാവരിലും ഉണ്ടാവാം. ആവശ്യത്തിന് ലൈംഗികതയാവാം. പരിധി കഴിഞ്ഞാൽ എന്തും ആപത്താണ്. എൻ്റെ അഭിപ്രായപ്രകാരം ലൈംഗികതയും ഒരു ലഹരി തന്നെയാണ്. ലഹരി ഏതായാലും കൃത്യമായ കൗൺസിലിംഗ് നേരത്തെ നൽകണം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. കുട്ടികളിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും ഒരേപോലെ തയ്യാറാകണം. അല്ലാത്ത പക്ഷം കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലഹരികൾക്കൊക്കെ അവർ അടിമകളാകും. ടെൻഷനും സ്ട്രെസ്സും ഇതാണ് കുട്ടികളെ ലഹരികൾക്ക് അടിമകളാക്കുന്നത്. ഇവ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും? വീട്ടിലെ സമാധാനമായ അന്തരീക്ഷം, സ്കൂളിലെ സമാധാനമായ അന്തരീക്ഷം, ഇവ കൊണ്ട് മാത്രമേ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ, ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കാൻ സഹായിക്കുള്ളൂ. ഇല്ലെങ്കിൽ വലിയൊരു വിപത്താണ് വരാനിരിക്കുന്നത്. നാളെയുടെ ഭാവി കണ്ടു തന്നെ അറിയണം. കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാൻ അധ്യാപകരോടും രക്ഷിതാക്കളോടുമൊപ്പം ഞങ്ങൾ സോഷ്യൽ മീഡിയ ജീവികളുമുണ്ട്. വേണ്ട സഹായങ്ങൾ എപ്പോഴായാലും എങ്ങനെയായാലും തരാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം.